നമസ്കാരം, ഡോക്ടർ ശില്പയാണ്. ക്ലിനിക്കിൽ വരുന്ന മുടി കൊഴിച്ചിലുള്ള രോഗികൾക്ക് ഞാൻ സാധാരണ എഴുതി കൊടുക്കാറുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. സ്ഥിരമായിട്ട് കുറച്ച് ദിവസമായിട്ട് മുടി കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് മെയിൻ ആയിട്ട് വൈറ്റമിൻ B12ഉം വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്യണം. അനീമിയ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ HB നോക്കണം. അതുപോലെ സിറം ഫെറിറ്റിൻ ലെവൽസും നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ T3, T4 ആൻഡ് TSH ലെവൽസ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. PCOS പോലത്തെ ഹോർമോണൽ പ്രശ്നങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. സിറം ടെസ്റ്റോസ്റ്റിറോൺ നോക്കണം, FSH, LH ലെവൽസ് നോക്കണം. അതുപോലെ തന്നെ പ്രൊലാക്റ്റിന്റെ ലെവലും DHEAസും ഇവിടെ ചെക്ക് ചെയ്യേണ്ടതായ ആവശ്യമാണ്. പ്രമേഹമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൂചന പോലെ മുടി ഒഴിയാറുണ്ട്. അപ്പൊ നമ്മൾ FBSഉം അതുപോലെ തന്നെ HB1AC ആണ് ചെക്ക് ചെയ്യുന്നത്. ചില ആളുകൾക്ക് സന്ധിവാതം പോലത്തെ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വരുന്നതിന്റെ ഭാഗമായിട്ട് മുടി കൊഴിയും. അപ്പോൾ അവിടെ നമ്മൾ ESR അതുപോലെ തന്നെ ANA, CRP തുടങ്ങിയ ടെസ്റ്റുകളാണ് ചെയ്യാറുള്ളത്. ഇതൊന്നും പോരാതെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ അല്ല എങ്കിൽ, നമ്മൾക്ക് മെന്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ മുടി കാര്യമായിട്ട് കൊഴിയുന്ന. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിന് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക.